പാലസ്തീൻ പ്രതിരോധ കവി മുറീദ ബർഗോത്തിയുടെ വളരെ പ്രശസ്തമായ, ഏതർത്ഥത്തിലും ഇന്നത്തെ കാലത്ത് ആവർത്തിച്ച് അപഗ്രഥിക്കപ്പെടേണ്ട, അന്വേഷിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്നാണ് ഇൻ്റർപ്രട്ടേഷൻസ് അഥവാ വ്യാഖ്യാനങ്ങൾ. വസ്തുതകളെയും വിവരങ്ങളെയും നാം സ്വാംശീകരിക്കുന്നത് നാനാതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അന്വേഷണത്തിൻ്റെ ഈ ഒരു അൽഗോരിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പലസ്തീൻ ഇന്ന് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളുടെ, നീറ്റലുകളുടെ, ഒരു വിധേനയും സമാശ്വസിക്കപ്പെടാത്ത അസ്വസ്ഥതകളുടെ, ഭാഷയിൽ ഏത് വാക്കുപയോഗിച്ചാലും പര്യാപ്തമാവാത്ത സങ്കീർണമായ ഒരു സംഘർഷാവസ്ഥയുടെ, സാമ്രാജ്യത്വവും സയണിസവും അടിച്ചേൽപ്പിക്കപ്പെട്ട ജീവിത ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ആകത്തുകയാണ്. അത്തരമൊരവസ്ഥയിലാണ് മുറീദ ബർഗൂത്തിയുടെ ഇൻ്റർപ്രട്ടേഷൻസ് അഥവാ വ്യാഖ്യാനങ്ങൾ എന്ന കവിത പ്രസക്തമാകുന്നത്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഈ കവിതയ്ക്ക് നമ്മൾ പറഞ്ഞു പോരുന്ന ഗുജറാത്ത് വംശഹത്യയുമായി നേർക്കുനേരൊരു ബന്ധം ഇല്ല എന്ന് തോന്നാം. പക്ഷേ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മലയാളത്തിൻ്റെ പ്രിയ കവി KGS പറയുന്നുണ്ട്, അധികാരം കരകവിഞ്ഞാൽ ദാഹം ശമിപ്പിക്കേണ്ടതിന് പകരം അത് ജീവൻ നശിപ്പിക്കും. കരകവിയുന്ന അധികാരത്തെയാണ് നാം ഇന്ത്യയിൽ പലയിടത്തെന്ന പോലെ അതിൻ്റെ ആസുരമായ, ഭീകരമായ രൂപമാണ് നാം വംശഹത്യാകാലത്തെ ഗുജറാത്തിൽ കണ്ടത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെയും അപ്രസക്തമാക്കും വിധം എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നതിലേക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം വളരെ സംക്ഷിപ്തമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര തന്നെ സംസാരിക്കാൻ ശ്രമിച്ചാലും ഒരു കൂറ്റൻ മഞ്ഞ് ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും നമുക്ക് സ്പർശിക്കാൻ കഴിയുക. അതുകൊണ്ട് ഈ കവിതയിലേക്ക് ആദ്യം നമുക്ക് കടക്കാം. ഈ കവിത ഒരർത്ഥത്തിൽ ഇതിനെ പോസ്റ്റർ കവിത എന്ന് വിളിക്കാം. കാരണം മുറീദ ബർഗൂത്തിയുടെ ഈ കവിത ആരംഭിക്കുന്നത് ഒരു കോഫി ഹൗസിൽ വെച്ചാണ്. കോഫി കഴിക്കാൻ മാത്രമല്ല, പരസ്പരം സംവദിക്കാനും സംഭാഷണം നടത്താനും എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ എഴുതാനും കുറച്ചേറെ സമയം സ്വസ്ഥമായി ഇരിക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു കോഫി ഹൗസ്. അവിടേക്ക് തോളിലൊരു സഞ്ചിയുമായി ഒരാൾ കടന്നു വരുന്നു. വന്ന ഉടനെ അദ്ദേഹം കടലാസ് എടുത്ത് പേന തുറന്ന് എന്തൊക്കെയോ കുനുകുനു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് വളരെ പ്രായമായ ഒരു മുതിർന്ന മനുഷ്യൻ, ഒരു മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. മുത്തശ്ശി കൗതുകത്തോടെ ഈ മനുഷ്യൻ എന്താണ് മുമ്പിൽ കൊണ്ടുവച്ച കോഫി പോലും കഴിക്കാതെ കുനു എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കുന്നു. അതിനപ്പുറത്ത് ഒരു യുവതിയുണ്ട്. അവരും വളരെ താല്പര്യപൂർവ്വം എന്താണ് ഈ മനുഷ്യൻ എഴുതുന്നത്, അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എഴുത്ത് നിൽക്കുന്നില്ല, അയാൾ കാപ്പി കുടിക്കുന്നില്ല. എന്താണ് അയാൾ ഇത്ര തിരക്കിട്ട് എഴുതുന്നത്? അപ്പുറത്തൊരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിയും ഈ എഴുത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഒരു തൊഴിലാളി തൻ്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള അധ്വാനത്തിൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തന്നെ ഒരല്പം വിശ്രമം കൊതിച്ച് ഒരു കാപ്പി കൂടി കൂട്ടത്തിൽ കുടിക്കാമെന്ന് കരുതി അവിടെ വന്നിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലൊക്കെ വ്യാപൃതനായ ഒരു ബിസിനസ്സുകാരനും ഇരിക്കുന്നുണ്ട്. സത്യത്തിൽ ആ കോഫി ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് തന്നെ പരിച്ഛേദമായി, മുറിച്ചിട്ടാൽ നടുക്കള്ളം തുള്ളുന്ന ഒരു നടുമുറിയായി നിൽക്കുകയാണ്. ബഹുസ്വരതയുടെ, നാനാതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുടെ, പല താല്പര്യങ്ങളുള്ളവരുടെ ഒരു സംഗമമായി, പ്രത്യേകിച്ച് ആരും സ്വാഗതം പറയാനില്ലാത്ത, അധ്യക്ഷം വഹിക്കാനില്ലാത്ത, ഉദ്ഘാടനം നിർവഹിക്കാനില്ലാത്ത ഒരു അനൗപചാരികമായ ഒത്തുചേരലായി ആ കോഫി ഹൗസ് മാറുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി വിചാരിക്കുകയാണ്, എന്തായിരിക്കും ഇയാൾ
നിർത്താതെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവർ കരുതി ഇയാൾ തൻ്റെ അമ്മക്ക് ഒരു കത്തെഴുതുകയായിരിക്കും. ഒരുപക്ഷെ ഏതൊരാളും അകലെയായിരിക്കുമ്പോൾ ആദ്യം എഴുതേണ്ട കത്ത് അയാളുടെ ഉമ്മക്കാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുത്തശ്ശി അങ്ങനെ വിചാരിച്ചതിലും ഒരു തരത്തിലുള്ള അമ്പരപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷെ യുവതി വിചാരിച്ചത് ഇയാൾ തൻ്റെ പ്രണയിനിക്ക്, അനുരാഗിക്ക് ഒരു കുറിപ്പ് എഴുതുകയായിരിക്കും. അവർക്കങ്ങനെ വിചാരിക്കാൻ ന്യായമുണ്ട്, അതുകൊണ്ട് അവർക്കങ്ങനെ വിചാരിക്കാം. എന്നാൽ കുട്ടി വിചാരിച്ചത് ഇയാളെന്തോ ചിത്രം വരയ്ക്കുകയായിരിക്കും. കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ഭാവനയിൽ കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചിത്രം വരെയായതുകൊണ്ട് അതുതന്നെ ആയിരിക്കും ഇദ്ദേഹവും ചെയ്യുന്നത് എന്നാണ് ആ കുട്ടി വിചാരിച്ചത്. എന്നാൽ തൊഴിലാളിയാവട്ടെ, തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കുറേ ദിവസത്തെ കണക്കുകൾ അയാൾ തിരിച്ചും മറിച്ചും എഴുതി നോക്കുകയാവും എന്നാണ് വിചാരിച്ചത്. ബിസിനസ്സുകാരനാകട്ടെ, അയാൾ ഏതോ ഡീല് കിട്ടിയ, ഏതോ വ്യാപാരത്തിൽ ലാഭം കിട്ടിയ ആഹ്ലാദത്തിൽ ആ ലാഭം എഴുതി വെക്കുകയായിരിക്കും എന്നാണ്. അങ്ങനെ ഓരോരുത്തരും, ആരും ഇദ്ദേഹം എന്താണ് എഴുതുന്നത് എന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഓരോരുത്തരും അതേക്കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ, വ്യത്യസ്തമായ വിചാരങ്ങൾ. അങ്ങനെ ഇരിക്കെയാണ് ആ കോഫി ഹൗസിൻ്റെ മുമ്പിലേക്ക് ഒരു പോലീസ് ജീപ്പ് ഇരച്ചു വന്നത്. വന്നപാടെ അവർ നേരെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന കവിയുടെ സമീപത്തേക്ക് എത്തുകയും കവിയുടെ കൈകൾ വിലങ്ങ് വെച്ച് അയാളെ ജീപ്പിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന കവിത ഇവിടെ അവസാനിക്കുന്നു. ഒരു കുട്ടിക്ക്, ഒരു മുത്തശ്ശിക്ക്, ഒരു യുവതിക്ക്, ഒരു കച്ചവടക്കാരന്, ഒരു തൊഴിലാളിക്ക് ഈ എഴുതിയതിനെക്കുറിച്ച് വ്യത്യസ്തമായ ആലോചനകളാണുള്ളതെങ്കിൽ, അവരതിനെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളിലൂടെയാണ് കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ, അധികാരത്തിന് ചോദ്യമില്ല, ഉത്തരവില്ല, അന്വേഷണമില്ല. അവർക്കറിയാം ഈ എഴുതുന്നത് അധികാരവിരുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യവുമില്ലാതെ, ഒരു ഉത്തരത്തിനും കാത്തു നിൽക്കാതെ ആ കവി ആ തടവിലിടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, മലയാളത്തിൻ്റെ പ്രിയ കവി KGS പറയുന്നുണ്ടല്ലോ, അധികാരം കരകവിഞ്ഞാൽ ദാഹം ശമിപ്പിക്കുന്നതിന് പകരം അത് ജീവൻ നശിപ്പിക്കും. ഇതിവിടെ നിൽക്കുന്നില്ല. ആൽബർട്ട് കമ്യൂവിൻ്റെ പതനത്തിൽ ഇതേപോലെ, ഇതിനോട് സമാനമായി നമുക്ക് അപഗ്രഥിക്കാവുന്ന തരത്തിൽ അമിതാധികാര ശക്തികൾ ജീവിതത്തിൻ്റെ അകവും പുറവും കീഴ്പ്പെടുത്തുമ്പോൾ നമുക്ക് വായിക്കാവുന്ന, നമ്മൾ വായിക്കേണ്ട, വിശകലനം ചെയ്യേണ്ട വളരെ സൂക്ഷ്മമായൊരു അഭിപ്രായപ്പെടണം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അധികാരമാണ് ആത്യന്തികമായിട്ടെല്ലാം തീരുമാനിക്കുന്നത്. നമുക്കിന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒന്ന്, ഭരണകൂടാധികാരം. രണ്ട്, ഭരണകൂടാധികാരം ഇല്ലെങ്കിൽ തന്നെയും ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ജാതി മേൽക്കോയ്മക്ക്, ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് അവരുടെ സാംസ്കാരിക അധിനിവേശം, സാംസ്കാരിക അധികാരം ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, തങ്ങൾ രാഷ്ട്രീയമായി തോറ്റുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയിൽ സാംസ്കാരികമായി വിജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നവഫാസിസം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി എല്ലാ ദിവസത്തെ പത്രങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസിദ്ധീകരണങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കൂട്ട കൊലകളുടെ വാർത്തകൾ, മർദ്ദനത്തിൻ്റെ വാർത്തകൾ, അപഹാസ്യമായ ഭാഷാപ്രയോഗങ്ങളാൽ വേട്ടയാടപ്പെടുന്നതിൻ്റെ വാർത്തകൾ, ഇതൊന്നും ഇപ്പോൾ നമുക്ക് ആവിധം ഭീകരമായ വാർത്തകളല്ലാതായി തീർന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, കമ്യു പറയുന്നുണ്ട്, അധികാരമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതെല്ലാറ്റിനെയും അപ്പപ്പോൾ തന്നെ ഒതുക്കുന്നു, അതായത് സ്വന്തം വരുതിയിലാക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് ചർച്ച വേണമെങ്കിലും നടത്താം, ഞങ്ങൾക്കതിലൊരു താല്പര്യവുമില്ല. മാത്രമല്ല, ഡയലോഗിന് പകരം അറിയിപ്പുകളാണ്. ആ പ്രയോഗത്തിൻ്റെ താഴെ ഒരു അടിവര അനിവാര്യമാണ്. മനുഷ്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഡയലോഗ്, നാനാതരത്തിലുള്ള ഡയലോഗുകൾ, സംഭാഷണങ്ങൾ
സംവാദങ്ങൾ അതാ അവസാനിക്കുകയും ആ സ്ഥാനത്ത് അറിയിപ്പുകൾ, ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കടന്നു വരികയുമാണ് ചെയ്യുന്നത്. എല്ലാറ്റിനും വളരെ വ്യക്തത കൈവന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ തടസ്സവാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ആ കാലം കഴിഞ്ഞുപോയി. ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഞങ്ങളോടൊപ്പം പോലീസും ഉണ്ടാകും. ആൽബർട്ട് കമ്യൂവിൻ്റെ ദ ഫാൾ, പതനം എന്ന നോവലിലെ വളരെ പ്രസക്തമായൊരു കാര്യമാണിത്. നമ്മൾ ഗുജറാത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ വേണ്ടത്ര തെളിയാതെ പോയ ചിത്രങ്ങളിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് കേട്ടാൽ എത്ര മരവിച്ച മനസ്സും നടുങ്ങും എന്നുറപ്പാണ്. കാരണം അരവിന്ദ് പാണ്ഡ്യെ എന്ന അഡ്വക്കേറ്റ്, ഗുജറാത്തിലെ വളരെ പ്രശസ്തനായ അഡ്വക്കേറ്റാണ് അരവിന്ദ് പാണ്ഡ്യെ. അദ്ദേഹം നാനാവതി കമ്മീഷനിലെ അംഗമായിരുന്നു. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവതി കമ്മീഷനിലെ പ്രമുഖ അംഗമായിരുന്നു അരവിന്ദ് പാണ്ഡ്യെ. ആ അരവിന്ദ് പാണ്ഡ്യെ ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് പറഞ്ഞതാണ് ഞാനിവിടെ ഭരണകൂടേതരമായ അധികാരത്തിൻ്റെ, അതേസമയം തന്നെ അതിന് ഭരണകൂടത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അരവിന്ദ് പാണ്ഡ്യെ ആഗ്രഹിച്ച വിധത്തിൽ ഗുജറാത്ത് വംശഹത്യയെ അവർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഗുജറാത്തിനകത്തും പുറത്തും നടന്ന പലതരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. സത്യത്തിൽ ഈ എപ്പിസോഡിലും ഇതുപോലുള്ള ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള അതൊക്കെ കഴിഞ്ഞതല്ലേ, 10-20 കൊല്ലം മുമ്പ് നടന്നതല്ലേ, ഇനി അതേക്കുറിച്ചൊക്കെ എന്തിനു പറയണം എന്നൊക്കെയുള്ള അലസമായ കാഴ്ചപ്പാടുകളെ മാറ്റിവെച്ചുകൊണ്ട് ഗുജറാത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് അരവിന്ദ് പാണ്ഡ്യെ പറഞ്ഞത് നാനാവതി കമ്മീഷനിൽ അംഗമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നാനാവതി കമ്മീഷനിൽ നിന്ന് ജനകീയ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് രാജിവെക്കേണ്ടി വന്നു. അതിൻ്റെ പ്രധാന നിമിത്തമായത് 2007 ആഷിദ് ഖേദൻ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഇദ്ദേഹം നടത്തിയ ഭീകരമായ ചില അഭിപ്രായങ്ങളാണ്. കേട്ടാൽ നമ്മൾ ഞെട്ടും എന്ന് ഞാൻ പറഞ്ഞത് ആലങ്കാരികമായിട്ടല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം 2002 ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയ 28 ഒരു തീയതിയായി എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഗുജറാത്ത് വംശഹത്യ വിക്ടറി ഡേ ആയി ആഘോഷിക്കണം എന്നാണ്. വിക്ടറി ഡേ, വിജയദിനം. മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. അത് ഗുജറാത്ത് വംശഹത്യയിൽ നടന്നതുപോലെ കൊലകൾ മാത്രം നടത്തിയാൽ പോരാ, മുസ്ലിങ്ങളുടെ കയ്യും കാലുമൊക്കെ വെട്ടിക്കൂട്ടിയിടണം. എന്നിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ജാതിമേൽക്കോയ്മ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന പരസ്യമായി അവർ നമുക്ക് മുമ്പിൽ ഇഴയണം. അത്രയും ക്രൂരമായ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തിന് ലഭിച്ച ബിരുദം ചെകുത്താൻ വക്കീൽ, ഡെവിൾ അഡ്വക്കേറ്റ് എന്ന പേരിൽ. നമ്മുടെ പല പുസ്തകങ്ങളിലും അരവിന്ദ് പാണ്ഡ്യെക്കുറിച്ച് നാമമാത്രമായ പരാമർശങ്ങളുണ്ട്. പക്ഷേ സത്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായ പ്രസ്താവനകൾ, ശൂലം കണക്കുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലീസ് ജീപ്പ് വന്ന് ചോദ്യവും ഉത്തരവും ഇല്ലാതെ ഒരു കവിയെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നതിനോട് പോലും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ അതിനോട് സാമ്യമുള്ള ഒരു കാര്യം, ഇത്രയേറെ ഭീകരമായ അഭിപ്രായ പ്രകടനം നടത്തിയ ഒരു അഡ്വക്കറ്റിനെ നീതിപീഠം ശിക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അരവിന്ദ് പാണ്ഡ്യെ പറഞ്ഞത് ലിവിങ് അഡ്വർടൈസ്മെൻറ്റ്, കയ്യും കാലും വെട്ടിമുറിക്കപ്പെട്ട ഇരകൾ ജീവിക്കുന്ന പരസ്യമായിട്ട്, ജാതി മേൽക്കോയ്മയുടെ ഫാസിസത്തിൻ്റെ ശക്തിയുടെ ജീവിക്കുന്ന പരസ്യമായിട്ട് ഗുജറാത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, നാനാവതി എന്ന് പറയുന്ന ജസ്റ്റിസ് നമ്മൾ പറയുന്നിടത്ത്, അതായത് സംഘപരിവാർ പറയുന്നിടത്ത് നിർത്തും. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, അദ്ദേഹം പണത്തിൻ്റെ ആളുമാണ്. അരവിന്ദ് പാണ്ഡ്യെപ്പോലുള്ള അദ്ദേഹം നിയമജ്ഞനാണ്, പണ്ഡിതനാണ്,
അഹമ്മദാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ്സ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് ഒറ്റപ്പെട്ടൊരു പ്രസ്താവനയല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തുടർച്ചയിലാണ് എത്രയെത്ര പ്രകോപന പ്രസ്താവനകളാണ് പേമാരി പോലെ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടയാളപ്പെടുത്താനാവില്ല. എത്ര തന്നെ അപഗ്രഥിച്ചാലും അധികമാവില്ല. ഇന്ത്യൻ ജനതയെ രാമൻ്റെ മക്കളൊന്നും ഹറാം മക്കളൊന്നും, റാം കെ സാദ ഹറാം കെ സാദ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിരവധി പ്രസ്താവനകൾ കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷം വമിപ്പിക്കുന്ന എത്രയോ പ്രസ്താവനകൾ. അതുകൊണ്ട് ഗുജറാത്ത് വീണ്ടും ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നു. അശോക് സിംഘാൾ പറഞ്ഞത് ഗുജറാത്ത് ഇന്ത്യയാകെ വ്യാപിപ്പിക്കുമെന്നാണ്. ഒരാൾ പറഞ്ഞു ഇത് വിജയദിനമായി കൊണ്ടാടണം, മറ്റേയാൾ പറഞ്ഞു ഇത് ഇന്ത്യയാകെ വ്യാപിപ്പിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയാകെ വ്യാപിപ്പിക്കാൻ കഴിയാതെ പോയത്? പരിമിതികളോടെയാണെങ്കിലും ഗുജറാത്തിലും ഇത് വലിയൊരു സംവാദമായി ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? അതിൽ ജനായത്ത ഇടപെടലുകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൈകൂപ്പി നിൽക്കുന്ന ആ കുതുബ്ദീൻ അൻസാരി മുതൽ മുഫ്തിയിരുട്ടി നിൽക്കുന്ന 8ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ വരെ. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ ഒരു സംഘപരിവാർ നേതാവ് പഹൽക്കയിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ പങ്കാളികൾ, ഭാര്യമാർ കരഞ്ഞ് കണ്ണീരൊഴുക്കിയത് അവമാനകരമാണ് എന്ന് പറയുകയുണ്ടായി. ഒരു ഭീകരതയ്ക്ക് മുമ്പിൽ നിസ്സഹായരായ മനുഷ്യർക്ക് കൈകൂപ്പാനും കണ്ണീരൊഴുക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ആ കഴിവിനെ നാം ആദരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭീകരതക്കെതിരായ ജനായത്ത പ്രതിരോധം തുടരണമെങ്കിൽ മുഴുവൻ മനുഷ്യരും കൊല്ലപ്പെട്ടാൽ അത് നടക്കില്ല. അതുകൊണ്ട് ഗുജറാത്തിൽ കൈകൂപ്പി നിൽക്കുന്ന കുതുബ്ദീൻ അൻസാരിയും അതോടൊപ്പം തന്നെ മുഷ്ടിയൂട്ടി നിൽക്കുന്ന 8 വയസ്സുള്ള മുഹമ്മദ് ആഷിം പോലുള്ള കുട്ടികളും രണ്ടും പ്രതിരോധത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. ഞങ്ങൾ ഗുജറാത്തിൽ ചെന്നപ്പോൾ കുതുബ്ദീൻ അൻസാരിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് കുതുബ്ദീൻ അൻസാരിയെ കാണുന്നതും സംസാരിക്കുന്നതും അദ്ദേഹം കോഴിക്കോട്ട് വന്നു. അദ്ദേഹം ഫറൂഖ് കോളേജിൽ ഗുജറാത്ത് അനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതുമാത്രമല്ല മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അത് തളിപ്പറമ്പിൽ നിരവധി ജനായത്ത മതനിരപേക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കുതുബ്ദീൻ അൻസാരിയെയും അതോടൊപ്പം തന്നെ വേട്ടക്കാരനായ അശോക് മോച്ചിയെയും ഒരേ വേദിയിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. അശോക് മോച്ചിയുടെ ചിത്രം കുതുബ്ദീൻ അൻസാരിയുടെ നമുക്ക് പരിചയമുള്ള കൈകൂപ്പി നിൽക്കുന്ന ചിത്രത്തിൽ നിന്ന് വിരുദ്ധമാണ്. അത് മഴു ഉയർത്തി നിൽക്കുന്ന ഒരു ഭീകരൻ്റെ ചിത്രമാണ്. ആ മഴു ഉയർത്തി നിൽക്കുന്ന ഭീകരനായ അശോക് മോച്ചി തളിപ്പറമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞ കുതുബ്ദീൻ അൻസാരിയെ ആശ്ലേഷിക്കുകയും അവർ പരസ്പരം സൗഹൃദം പങ്കുവെക്കുകയും, സത്യത്തിൽ അതാണ് വംശഹത്യാനന്തര ഗുജറാത്തിൽ വളർന്നു വരേണ്ട, എവിടെ സംഘർഷം ഉണ്ടാവുന്നോ അവിടെയൊക്കെ വളർന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അതായിരിക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും, നമ്മൾ വരയ്ക്കുന്ന ഓരോ വരയും, നമ്മൾ പാടുന്ന ഓരോ ഈരടിയും, നമ്മൾ കാണുന്ന ഓരോ കിനാവുകളും. സംഘർഷത്തിൻ്റെ കാലത്ത്, രക്തം കുത്തിയൊലിക്കുന്ന കാലത്ത് സമാധാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഊർജം പകർന്നവരിൽ ഗുജറാത്തിൽ പേരറിയുന്നവരും പേരറിയപ്പെടാത്തവരുമായ എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. വിഭൂതി നാരായൺ റായിയെപ്പോലുള്ളവർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ,
അദ്ദേഹം തൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതിയ തുറന്ന കത്ത് ഇത്തരമൊരു വംശഹത്യ നടക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് അനീതിയാണ് എന്ന് തുറന്നടിച്ചുകൊണ്ട് വിഭൂത് നാരായണൻ റോയ് എഴുതിയ കത്ത്. RB ശ്രീകുമാർ മലയാളികൾക്ക് ഏറെ പരിചിതനാണ്. അദ്ദേഹം ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് വന്ന പുസ്തകം വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി റാണ അയ്യൂബിൻ്റെ പുസ്തകം, അത് തെഹൽക്കയ്ക്ക് വേണ്ടി തെഹൽക്കയാൽ നിയോഗിക്കപ്പെട്ട് അവർ ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് ആലോചിക്കാൻ, അതിൻ്റെ കാര്യങ്ങൾ അടയാളപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ടതായിരുന്നു. ആ ഉത്തരവാദിത്വം അവർ നന്നായി നിർവഹിച്ചു. പക്ഷേ തെഹൽക്കയ്ക്ക് പോലും അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. ആ പുസ്തകം പിന്നീട് അവരുടെ തന്നെ സ്വന്തം ചെലവിൽ അച്ചടിച്ചു വന്നു. ദ അനാട്ടമി ഓഫ് എ കവറപ്പ്, ഗുജറാത്ത് വംശഹത്യയെ തുറന്നു കാണിക്കുന്ന പുസ്തകം. എത്രയെത്രയോ പുസ്തകങ്ങൾ, എത്രയെത്രയോ കവിതകൾ, എത്രയെത്രയോ ഇടപെടലുകൾ. ആ ഓരോ ഇടപെടലും ലക്ഷ്യം വെച്ചത് സൗഹൃദത്തിൻ്റെ, സംവാദത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ വർത്തമാനകാലത്ത് എന്തൊക്കെ തരത്തിലുള്ള കോമാളിത്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വംശഹത്യയെക്കുറിച്ചുള്ള പറച്ചിൽ പാഴായിപ്പോകും. എന്തുകൊണ്ടെന്നാൽ വംശഹത്യയിലേക്ക് ഒരു ജനത എത്തുന്നത് പെട്ടെന്നല്ല. അതിൻ്റെ പിറകിൽ പലതരം അസംബന്ധങ്ങളുടെ ഘോഷയാത്രകൾ കാണാൻ പറ്റും. ഓരോ അസംബന്ധവും അവഗണിച്ചാൽ ഇതിനൊക്കെ ആരെങ്കിലും മറുപടി പറയുമോ എന്ന് വിചാരിച്ച് മാറി നിന്നാൽ, ഇത് വെറും തമാശയായി കാണാവുന്നതല്ലേ എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു പോയാൽ അതിനൊരു പക്ഷേ, ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല, വലിയ വില ഒരു ജനത നൽകേണ്ടി വരും. ഉദാഹരണമായിട്ട് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ, ആ വാർഡിൻ്റെ പേര് പാകിസ്ഥാൻ മുക്ക് എന്നാണത്രേ. ആ പേര് ഇപ്പോൾ ആ പഞ്ചായത്തിലെ വാർഡിലെ എല്ലാവരും കൂടി മാറ്റിയിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ വലിയൊരു പ്രചരണം. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ പാകിസ്ഥാൻ താവളങ്ങളാണ് എന്ന് വിചാരധാര പോലുള്ള ഒരു ഫാസിസ്റ്റ് സൈദ്ധാന്തിക കൃതികളിൽ എത്രയോ പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിലെ ഈ പ്രദേശത്തിന് പാകിസ്ഥാൻ മുക്ക് എന്ന് പേര് കൊടുത്തത് ആരായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പേര് കൊടുക്കുന്നത് ആരാണോ അവർ തന്നെ പേര് മാറ്റുകയും പിന്നെ അത് ആഘോഷിക്കുകയും ചെയ്യുന്ന വളരെ കുടുസായ ഒരു കാഴ്ചയാണ് ഇന്ത്യയിലെ സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങളിൽ ഈ അടുത്ത ദിവസം വലിയ വാർത്തയായിട്ട് വന്നത്. അതിനേക്കാൾ കൗതുകരമായ കാര്യം, ഇതൊരു തമാശയല്ലേ എന്ന് തോന്നാവുന്നതാണ്, പക്ഷേ തേറ്റകളും ദംഷ്ട്രകളുമുള്ള ഫാസിസ്റ്റ് തമാശകൾ. മുമ്പൊരു കോളത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നെക്രോഫീലിക് ബലിതങ്ങൾ. എറിക് ഫ്രോം സൂചിപ്പിക്കുന്ന ആ ബലിതം ഇതാണ്. എത്രയോ കാലമായി നമുക്കെല്ലാവർക്കും പരിചയമുള്ള മൈസൂർ പാക്ക്. ആ പേരിൽ പാക്കുള്ളതുകൊണ്ട് അതിൻ്റെ പേര് മൈസൂർ ശ്രീമൻ എന്നോ മൈസൂർ കാര്യവാഹക് എന്നോ ഒക്കെ മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള സംവാദം നടക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഞാൻ ജനിച്ചു വളർന്ന പെരുവണ്ണയിൽ പേഴ്സിന് പറയുന്നത് പാക്ക് ചേർന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതുപോലെ നമുക്കറിയാം, കളിയടക്കക്ക് ശബ്ദധാരാവലി നോക്കിയാൽ മതി, എത്രയെത്ര വാക്കുകളാണ്. നമ്മുടെ വീടിൻ്റെ മുകൾ സ്ഥലം, അതിന് പാക്കെന്നാണ് പറയുന്നത്. അത് മാറ്റേണ്ടി വരുമോ? കളിയടക്കക്ക് പാക്കെന്നാണ് പറയുന്നത്. അത് മാറ്റേണ്ടി വരുമോ? ഞാറ് പാകുന്ന സ്ഥലത്തിന് ഞാറ്റിടം പാക്കെന്നാണ് പറയുന്നത്. അത് മാറ്റേണ്ടി വരുമോ?
ഞാൻ സൂചിപ്പിക്കുന്നത് ഒരർത്ഥവുമില്ലാത്ത രീതിയിൽ. അതുകൊണ്ട് ഒരല്പം തമാശയായി തോന്നാമെങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ അപ്പക്കൂട്ടിൽ മഞ്ഞ നിറമുള്ള കേസരിയും ഏറെക്കുറെ മഞ്ഞ കലർന്ന നിറമുള്ള മൈസൂർ പാക്കും സമൂസയും ഒക്കെ ഒന്നിച്ച് കഴിഞ്ഞുകൂടുകയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഏതോ വിരുന്നിൽ പങ്കെടുക്കാൻ ഇവർ പ്രത്യേകിച്ചും മൈസൂർ പാക്കും സമൂസയും പോവുകയാണ്. ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടപ്പോൾ അവർക്ക് 2 ഡയലോഗ് പരസ്പരം കൈമാറാൻ കഴിഞ്ഞു. അപ്പോൾ ഉള്ളിലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് മൈസൂർ പാക്ക് സമൂസയെ സാ എന്ന് മാത്രം വിളിച്ചു. അപ്പോൾ സമൂസ വിചാരിച്ചത് അഗാധമായ സ്നേഹം കൊണ്ട് ഇതുവരെ വിളിച്ച സമൂസ എന്ന പേര് വിളിക്കാതെ തന്നെ ചുരുക്കി സ്നേഹപൂർവ്വം വിളിച്ചതാണ് എന്നാണ്. എന്നാൽ മൈസൂർ പാക്കിന് അറിയാമായിരുന്നു ഇനി വരാൻ പോകുന്ന അപകടങ്ങൾ. ആ അപകടത്തെക്കുറിച്ച് ഒരുപക്ഷെ കവിതയൊക്കെ കേട്ട് ധ്വന്യാത്മകമായ പ്രയോഗങ്ങളുടെ ഒരു സമാന്തര ലോകത്തിലേക്ക് കടന്നതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോ പലഹാരത്തിൻ്റെയും പേര്, ഓരോ സ്ഥലത്തിൻ്റെയും പേര്, ഓരോ സ്ഥാപനത്തിൻ്റെയും പേര്, ഈ പേര് പൊട്ടിത്തെറിക്കുന്ന ഒരു ഡയനാമിറ്റ് പോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ കാലം, ആ കാലത്തിൻ്റെ ഏറ്റവും മാരകമായ തുടക്കം. ഒരു ഉദാഹരണം കൂടി പറയാം. പ്രതാപ് നഗർ എന്നു പേരുള്ള ഗുജറാത്തിലെ ഒരു സ്ഥലം. അവിടുത്തെ ജനങ്ങൾ രാമായണ സീരിയൽ കണ്ട് അതിനോടുള്ള ആഭിമുഖ്യം ആരും അടിച്ചേൽപ്പിച്ചതല്ല. അവർ രാമായണ നഗർ എന്ന് പ്രതാപ് നഗറിന് പേരിട്ടു. പക്ഷേ രാമായണ നഗർ എന്ന് പേരിട്ടതുകൊണ്ട് ആ പ്രദേശത്തെ ജനത വംശഹത്യാക്കാലത്ത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായില്ല. അതുപോലെ മൈസൂർ കാര്യവാഹകെന്നോ മൈസൂർ ശ്രീമനെന്നോ സമൂസയിൽ നിന്ന് മൂസ മാറ്റിയതുകൊണ്ടോ അത്തരത്തിലുള്ള ഉപരിപ്ലവമായ തമാശകളിൽ അഭിരമിച്ചതുകൊണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ സൂക്ഷ്മതയിലും സമഗ്രതയിലും അഭിമുഖീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ അൽഗോരിതം എന്ന ഈ എപ്പിസോഡിലും ആലോചിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഗുജറാത്ത് വംശഹത്യയുടെ വൈറസ്, ഗുജറാത്ത് വൈറസ്, സൗകര്യത്തിന് വേണ്ടി വൈറസ് എന്ന് വിളിക്കാവുന്ന ഒന്ന് ഗുജറാത്ത് വംശഹത്യയുടെ വേലിയിറക്കക്കാലത്ത് പോലും ഈ വൈറസ് എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ തിരിച്ചറിയപ്പെടാത്ത വിധം തമാശകളായി, അതുപോലെ തന്നെ നിരുപദ്രവകരമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന നർമ്മങ്ങളായി നമ്മൾ അലോസരപ്പെടുത്തുന്നത് എന്ന് നാം അടയാളപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണങ്ങൾ തുടരണം എന്നോർമ്മിപ്പിച്ചുകൊണ്ട്.